Moving on, an Indian man has been shot dead at the Israel-Jordan border. Thomas Pereira, a resident of Kerala, was shot dead by Jordanian security while he was trying to enter Israel through Jordan illegally. The Jordanian forces spotted him. He was questioned and then shot in the head. Thomas and his relative Edison were in Jordan when they failed to get a visa to go to Israel. They tried to enter Israel through Jordan border with the help of a guide. While Thomas was shot dead, Edison was shot in the leg. The Indian embassy is in touch with the local authorities to bring the mortal remains of Thomas Pereira back to the country. പോണായിട്ട് ഞാൻ പോകുന്ന നിമിഷം വേഗം തൂക്കിയിട്ടുണ്ട് പോണ സമയത്താണ് വൈഫിൻ്റെ അടുത്ത് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്തിനാണ് പോണെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ല മാഡം. ജോർദനിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ തന്നെ പൈസയൊക്കെ മറിച്ച് കൊടുത്ത് തന്നെ പോയത്. കാര്യം ഇവളുടെ അടുത്ത് പറഞ്ഞ ഇവള് വിടൂലെന്നറിയാം. കാര്യം ഇവള് ഒറ്റയ്ക്കേ ഉള്ളൂ, മക്കളില്ലേ. അവർ രണ്ടുപേരാണ് അടങ്ങുന്നൊരു കുടുംബം. അപ്പം ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ ഇവള് വിടൂലെന്നറിയാം. അതുകൊണ്ടാണ് ഇവൻ പോണ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ. പിന്നെ അവിടെ പോയി എന്ത് സംഭവിച്ചു അത് സംഭവിച്ചെന്ന് അവക്കറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയാം. From Kerala at this point, a man from Kerala who had traveled to Jordan on a tourist visa with 3 others was shot dead by security forces, while 2 of them were allegedly trying to cross the border into Israel illegally. The man who was shot dead has been identified as Thomas Gabriel Pereira. The embassy said that they are in touch with his family and are working closely with Jordanian authorities for the transportation of the mortal remains of the deceased. Times Network has visited his residence and spoke with his relatives. Listen in. ആൾ മരണപ്പെട്ട ഇത് നിങ്ങളുടെ അടുത്ത് ആരാണ് ന്യൂസ് അറിയിപ്പിച്ചത്? മരണപ്പെട്ടത് ന്യൂസ് ഞാൻ 24-ാം തീയതി എന്ന് തോന്നുന്നു, എത്ര മണിക്കെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഇന്ത്യൻ എംബസിയുടെ അവിടുത്തെ ഒരു ഇന്ത്യൻ എംബസിയുടെ ഇത് കിട്ടിയായിരുന്നു, ഇമെയിൽ ഐ ഡി. അങ്ങനെ ഞാനൊരു ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു. കാരണം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയ എഡിസൺ എന്ന് പറഞ്ഞ പയ്യൻ പിന്നെ ജയിലിലാണെന്നും ഭാര്യയ്ക്ക് ഫോൺ വന്നായിരുന്നു. അതുവഴി ഞാൻ അറിഞ്ഞു. അതുവഴിയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എഡിസൻ്റെ കൂടെ ഇല്ലെന്ന് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ തുടങ്ങിയായിരുന്നു, എനിക്ക് ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ നാട്ടിലവൻ വന്നപ്പോഴത്തേക്കും കൂടെ ഞാൻ ചോദിച്ചായിരുന്നു. അതിനു മുമ്പേ 24-ാം തീയതി ഞാൻ എഡിസൺ വരുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് ഇമെയിൽ അയച്ചായിരുന്നു. അപ്പം അത്രയും ദിവസമായിട്ട് ഇമെയിൽ മറുപടി ഒന്നും വന്നില്ലായിരുന്നു. അപ്പോൾ എഡിസൺ വന്നതിന് ശേഷം എഡിസനോട് ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പറഞ്ഞ് എൻ്റെ സെല്ലിലില്ലായിരുന്നു, വേറെ സെല്ലിൽ കാണും എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം ഞാനും വിചാരിച്ചു വേറെ സെല്ലിൽ കാണുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ എഡിസനോട് ചോദിക്കുന്നത് എന്തെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് പറ്റിയോ? ഇല്ല, ഞാൻ 5 കൊല്ലത്തെ പാസ്പോർട്ടും കണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പാസ്പോർട്ട് ഞാൻ കണ്ടായിരുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം എനിക്ക് ഉറപ്പായി അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ 25-ാം തീയതി ഇമെയിൽ അയച്ചെങ്കിലും എനിക്ക് മറുപടി വന്നത് 28-ാം തീയതി. പക്ഷെ ഞാൻ കാണുന്നത് 1-ാം തീയതിയാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് മെയിലിലാണ് ഇൻഫർമേഷൻ വന്നത്. അപ്പം ഞാൻ ഇമെയിൽ വായിച്ചു നോക്കിയായിരുന്നു. ഇങ്ങനെ ഹെഡിൽ തലയിൽ വെടിയേറ്റെന്ന്. ഇനി അവർ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ എപ്പോഴാണ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇത് സംശയമാണെന്നൊന്നും തോന്നുന്നു. എനിക്കിത് പകുതി വായിച്ചപ്പോഴേ എനിക്ക് ഇതില്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെ അയച്ചങ്ങ് കൊടുത്തപ്പോഴാണ് കറക്റ്റാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ആരെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല ആരും. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഞങ്ങളുടെ നാട്ടിലുള്ളവരായാലും അവർ വന്ന് പറഞ്ഞ് നമ്മളാ കഴിയുന്നുണ്ട്, പാർട്ടിക്കാരെല്ലാവരും ചെയ്യുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, വിഷമിക്കണ്ട, കൂടെ ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും ഉണ്ടെന്നും ഞങ്ങളുടെ അടുത്ത് പറയും. ഉയർന്ന നേതാക്കളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു.